ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മിയുടെ പുത്തൻ പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കരുണയാണെങ്കിലും മുത്തശ്ശിനോട് പറയുന്നുണ്ട്, ആ മഹാലക്ഷ്മിയും കണ്ണനും കൂടി പായസം കുടിച്ചിട്ടുണ്ട്, പക്ഷെങ്കിൽ കണ്ണനാകെ ഒരു ഗ്ലാസ് പായസം മാത്രമേ കുടിച്ചിട്ടുള്ളൂ, ഇനിയിപ്പോൾ അത് അവൻ ഏൽക്കുമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല, എന്തായാലും ആ പായസം ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിലാകെ എന്തായാലും പച്ചമരുന്നുകളൊക്കെ അങ്ങ് പടരും, പിന്നെ എന്തായാലും അവനങ്ങ് മരും. എന്തായാലും കണ്ണൻ കഴിച്ചിട്ടില്ലെങ്കിലും മഹാലക്ഷ്മി നല്ലതുപോലെ ആ പായസം കുടിച്ചിട്ടുണ്ട്, അവൾ അങ്ങനെ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ അവൻ ഒന്നും ചെയ്യാൻ എന്തായാലും കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കരുണേനെ നല്ല രീതിയിൽ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ മോഹിനീന്റെ പിറന്നാൾ സദ്യ കഴിക്കുന്ന സമയത്ത് കണ്ണൻ ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ ബാക്കിയുള്ള ആൾക്കാരൊന്നും വരുന്നില്ലേ, നമ്മൾ മാത്രമാണോളൂ എന്ന് ചോദിക്കുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, അവർക്ക് എന്തായാലും നമ്മളുടെ കൂടെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല, നമുക്ക് എന്തായാലും കഴിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ മൂന്നാളും ഭക്ഷണം കഴിക്കുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശി ഇത് കണ്ടിട്ട് നേരെ പ്രതാപന്റെ അടുത്തേക്ക് പോയിട്ട് പറയുന്നുണ്ട്, ദേ നിന്റെ ഭാര്യയും അവളുടെ മരുമകനും മകളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, നമ്മളൊന്ന് വിളിക്കോ, നമ്മളുടെ വരാനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, എന്തായാലും ഇതവളുടെ അവസാന സദ്യയില്ലേ, അതവൾ ആസ്വദിച്ച് കഴിക്കട്ടെ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് മോഹിനി കരുണേന്റെ അടുത്തേക്ക് പോയി പറയുന്നുണ്ട്, മോൾ എന്താ അമ്മയുടെ പിറന്നാളിന്റെ പായസം ഒന്നും കുടിക്കാതെ എന്നൊക്കെ പറഞ്ഞു കരുണേനെ കൊണ്ട് ആ പായസം കുടിപ്പിക്കുന്നുണ്ട്. അപ്പൊ കരുണ എന്താ വിചാരിക്കുന്നത്, എന്തായാലും പച്ചമരുന്നുകൾ കലർത്തിയിട്ടുള്ള പായസം കണ്ണനും മഹാലക്ഷ്മിയും കുടിച്ചിട്ടുണ്ട്, ഇനി ഞാനിത് കുടിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല, ഇതെന്തായാലും നല്ല പായസം എന്നൊക്കെ വിചാരിച്ചിട്ട് ആ പായസം കരുണ കുടിക്കുന്നുണ്ട്. അമ്മയുടെ പിറന്നാൾ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ് കണ്ണനും മഹാലക്ഷ്മിയും. പോകുന്നതിന് മുന്നേ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു സന്യാസി വന്നിട്ടുണ്ടായിരുന്നു, അയാൾക്ക് ഈ തണുത്ത പായസം ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്, അതിന് പകരം ഞങ്ങൾക്ക് നിങ്ങൾ തന്ന പായസം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, അതെന്തായാലും നീ കുടിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടാണെങ്കിലും മുത്തശ്ശിയും കരുണയും അപ്പടങ്ങ് ഞെട്ടിപ്പോവാണ് ചെയ്യുന്നത്. കാരണം പച്ചമരുന്ന് കലർത്തിയിട്ടുള്ള പായസമാണ് മഹാലക്ഷ്മി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചത്, അതാണ് കരുണ കുടിച്ചതെന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശിയും കരുണയും അങ്ങ് ഞെട്ടിപ്പോയി. പിന്നീട് കാണിക്കുന്നത് വാമനയും പ്രതാപനെയാണ്. അവരിങ്ങനെ ഓരോ പ്ലാനുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും കണ്ണനും മഹാലക്ഷ്മിയും സാഗരമൊക്കെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ മഞ്ജുവിന് ആരുമില്ല, അതുകൊണ്ട് മഞ്ജു എന്തായാലും എന്നെ തേടി വരും, ഞാനേ മഞ്ജുവിന് ഉണ്ടാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ വാമനോട് പറയുന്നുണ്ട്. അപ്പം വാമൻ പറയുന്നുണ്ട്, എന്തായാലും മഹാലക്ഷ്മിയും കണ്ണനെയും ഇല്ലാതാക്കാനായിട്ട് കരുണയും മുത്തശ്ശിയും പ്രതാപനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ആ ഒരു പ്ലാനുകൾ എന്താണെന്ന് നടന്നു കഴിഞ്ഞാൽ സാഗരനെ ഇല്ലാതാക്കാനായിട്ട് നമ്മളും ഒരു പ്ലാനുകൾ ചെയ്യണം, എന്നാൽ മാത്രമേ മഞ്ജുവിൻ്റെ സ്വത്തുക്കളും മഞ്ജുവിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്കും കിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ സാഗറിനെ ഇല്ലാണ്ടാക്കാനായിട്ട് പ്രതാപനും വാമനും കൂടിയിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. സാഗറാണെങ്കിലും മഞ്ജുവിനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റോഡിന്റെ സൈഡിൽ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഒരു കാറിലേക്ക് എന്തോ ഒരു പാക്കറ്റ് പൊതി ആരോ വന്ന് വെക്കുന്നത് കാണാം. അതിപ്പോൾ എന്തായാലും വാമനും പ്രതാപനും കൂടി ചേർന്ന് നടത്തിയിട്ടുള്ള സാഗറിനെതിരെയുള്ള ഒരു പണിയായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രൊമോ റിവ്യൂവിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ മറ്റൊരു പ്രൊമോ റിവ്യൂ ആയിട്ട് വരുന്നവരേക്കും ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാം.